എളുപ്പമല്ല കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടി. കുഴച്ച് കുഴച്ച് കൈ കുഴയും. നാട്ടിൽ എപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയാലും ഞാൻ ആദ്യം പറയാം പൊറോട്ടയും പനീർ ബട്ടറാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു പൂതി പൊറോട്ടയും പനീറും കഴിക്കാൻ. അങ്ങനെ ഒരു ദിവസം ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ പനീർ ഇരിക്കണു. പിന്നെ പനീർ ബട്ടർ ഉണ്ടാക്കാൻ ഞാൻ പണ്ട് എക്സ്പെർട്ടാണ്. ഞാൻ ആദ്യമായി ഉണ്ടാക്കാൻ പഠിച്ച കറി തന്നെ പനീറാണ്. പിന്നെ അതിൻ്റെ വില എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അതങ്ങ് എടുത്തു. പിന്നെ പൊറോട്ട. അപ്പോൾ തോന്നി എന്നാൽ പിന്നെ അതും അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ നമ്മുടെ ഷാൻജിയൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടു പഠിച്ച്. ചേട്ടൻ്റെ തിയറി പ്രകാരം മാവാക്കിയെടുക്കാൻ എനിക്ക് 1/2 മണിക്കൂർ വേണ്ടി വന്നു. പക്ഷെ നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ മടിക്കില്ല എന്നാണല്ലോ. അങ്ങനെ ഞാനൊരു 8 ബോൾസാക്കി വെച്ചു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കൂടെയുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഫോണിലാണെങ്കിൽ സ്പേസ് ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഡിലീറ്റ് ആക്കിയാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടെല്ലാം കിട്ടിയില്ല. സത്യം പറയാലോ, 8 ബോൾസിൽ ആദ്യത്തെ 5 പാളി. ബാക്കി 3 വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും നാട്ടിൽ നിന്ന് കിട്ടണമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. എന്നാലും എൻ്റെ ബുദ്ധി മാറിയതൊക്കെ മതി. എന്തായാലും കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി. പനീർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞോളൂ വരെ വീണ്ടും എടുത്ത് കഴിച്ചു. അപ്പോൾ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. 5 പൊറോട്ട പാളാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് പരത്തി റോൾ ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് പരത്തും, പിന്നാലെ അത് തിരിച്ച് നടുവിലേക്ക് വരും, വീണ്ടും പരത്തും, വീണ്ടും നടുക്കിലേക്ക് വരും. അങ്ങനെ 5 ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ ഒന്നുകൂടിയും കണ്ടാലോ എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്തപ്പോൾ ശരിയായി. സാരില്ല, നെക്സ്റ്റ് ടൈം സെറ്റാക്കാം.